ദാ മാഡം. നോക്കി പേടിപ്പിച്ചോണ്ട് കാര്യമൊന്നുമില്ല. ആഗ്രഹിച്ച് മോഹിച്ച് നേടിയ ജീവിതമല്ലേ. പാലുമായിട്ട് അകത്തേക്ക് പോയിക്കോ. അപ്പൊ ശരി. ആ, ഒരു കാര്യം പറയാൻ മറന്നു. മനം പോലെ മംഗല്യം എന്നൊക്കെ പറയും. അതുപോലെ അരവിന്ദേട്ടന്റെ മനസ്സ് നോവാതെ നോക്കണം. ആ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹലോ, എനിക്കിട്ട് ഗോളടിക്കാൻ നോക്കുന്നോടി. നീ അങ്ങ് വേദവാക്യം വിളമ്പിയ നിന്റെ അരവിന്ദേട്ടന്റെ കൂടെ ഞാൻ ജീവിതം തുടങ്ങുമെന്ന് കരുതിയോ? അതൊന്നും ഈ ജന്മത്തിലെന്നല്ല, ഒരു ജന്മത്തിലും നടക്കില്ല. ആണോ? നമുക്ക് കാണാം. കാണാം. ഇനി ഇവിടെ നടക്കുന്നത് കണ്ട് ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നീ. ഈ വീട്ടിൽ ആരെന്ത് തീരുമാനിച്ചാലും നടക്കില്ല. തീരുമാനങ്ങളെല്ലാം എന്റെ ആയിരിക്കും. അതെനിക്ക് നല്ല പോലെ അറിയാം മാഡം ശ്രേയ. പക്ഷേ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതെവിടെ എല്ലാവരും അറിയണ്ടേ? താമസിയാതെ അത് ഞാൻ അറിയിച്ചോളാം. അയ്യോ, ഈ സമയത്ത് ഞാൻ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചെല്ല്, ആദ്യ രാത്രിയല്ലേ. മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ട് അകത്തൊരാള് കാത്തിരിപ്പുണ്ട്. ചിരിച്ചുകൊണ്ട് എങ്ങനെ കഴുത്തറക്കാന്ന് ആലോചിച്ച് ചെല്ല. പോട്ടെ. അയ്യോ, എന്താ മേഡം ഇത്? കാലിലൊന്നും വീഴണ്ട. എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? ചവിട്ടി പൊട്ടണ്ടെന്ന് കരുതിയിട്ടാ. ഈ ബലൂണ് പൊട്ടാതിരിക്കാനായിരുന്നോ? ഞാൻ വിചാരിച്ചു എന്റെ കാല് വീണ് അനുഗ്രഹമാകാനാണെന്ന്. മേഡം എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ അങ്ങനത്തെ ആളല്ല. കാല് വീഴുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ കുറച്ച് മോഡേണാ. എന്നാലും മേഡത്തിന്റെ കൈകൊണ്ട് ആ പാല് തന്നോളൂ. അരവിന്ദ്, എനിക്ക് പാൽ ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളതെടുത്ത് കുടിക്കുക. അരവിന്ദ് സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് നൈറ്റില്
ഭർത്താവ് പകുതി പാല് കുടിച്ച് പെണ്ണിന് കൊടുക്കും. അതവള് വാങ്ങി കുടിക്കും. അതൊന്നും ഇവിടെ നടക്കില്ല. എനിക്ക് ബാക്കി വെക്കണ്ട, പാല് മുഴുവൻ നിങ്ങൾ കുടിച്ചു. ഫസ്റ്റ് നൈറ്റില് പാല് പകുതി കുടിച്ച് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് സിനിമയിൽ മാത്രമുള്ളതല്ല, ശരിക്കും ജീവിതത്തിൽ നടക്കുന്നതാ. അങ്ങനെ കുടിച്ചാലേ നമുക്കിടയിൽ അത് ഒരു ഇത് വരൂ. എന്ത് വരുമെന്ന്? അത് പിന്നെ അത് ഞാനെങ്ങനെ പറയും? അതെന്താന്ന് വെച്ചാ അത് എങ്ങനെയാ ഞാനത് പറയും? എങ്ങനെയാന്ന് വെച്ചാലേ ഈ നമ്മുടെ പഴയ ഇതേ. അരവിന്ദ് എന്തൊക്കെയാ പറയുന്നേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറ. ഇതിപ്പോ എങ്ങനെ ഞാനത് പറയും? ഈ നമ്മുടെ പറയാനും പറ്റുന്നില്ലല്ലോ. എന്താ അരവിന്ദിന് സുഖമില്ലേ? വളഞ്ഞു പൊളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അല്ല, ചെറുതായി സുഖമില്ല. അത് ഞാൻ എങ്ങനെ പറയുന്നേ? ഒരു ഒരു രോമാഞ്ചം പോലെ. എന്തോന്ന്? ഏയ് ഒന്നുമില്ല. എന്താ അരവിന്ദ്, കാലും നിലത്തുറക്കുന്നില്ലല്ലോ. വിറയ്ക്കുന്നത് എന്തിനാ? മേഡം മുറിയിൽ വന്നപ്പോ മുതല് ചീഫ് എഞ്ചിനീയർ ഭാവമാ. ഇന്നൊരു ദിവസം എന്നോട് ശ്രേയായി എന്നോട് മിങ്കിളായി സംസാരിച്ചൂടെ? ഓക്കെ, പറ. അല്ല, അത് എന്താന്ന് വെച്ചാ എനിക്ക് ഹൃദയമിടിപ്പ് കൂടുന്നു. കൈയൊക്കെ വിറയ്ക്കുന്ന പോലെ. ബ്ലഡ് സർക്കുലേഷൻ കൂടിയതുണ്ടാ. ഞാന് മേഡത്തിന്റെ കയ്യിലൊന്ന് പിടിച്ചോട്ടെ? അപ്പൊ എന്റെ പേടിയും മാറും, ഞാനാണെങ്കിൽ ഒന്ന് നോർമലാവുകയും ചെയ്യും.